ഏകദിന പരമ്പരയിലേറ്റ 1-2 എന്ന അപ്രതീക്ഷിത തിരിച്ചടിക്ക് മറുപടി നൽകാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങുന്നു. ന്യൂസിലാൻഡിനെതിരായ 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിലെ ആദ്യ പോരാട്ടം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാത്ത യുവത്വത്തിന്റെ കരുത്തുമായി എത്തുന്ന സൂര്യകുമാർ യാദവിന്റെ സംഘം ഏകദിനത്തിലെ നാണക്കേട് T20യിലൂടെ കഴുകിക്കളയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യ സമീപകാലത്ത് അല്പം പിന്നാക്കം പോയെങ്കിലും T20 ഫോർമാറ്റിൽ ഇന്ത്യ വേറെ ലെവലാണ്. 2024 T20 ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ശേഷം കളിച്ച ഒരു T20 പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല എന്നത് എതിരാളികൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് ചെറുതല്ല. സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റന് കീഴിൽ ഇന്ത്യയുടെ റെക്കോർഡ് അതിശയിപ്പിക്കുന്നതാണ്. ആകെ മത്സരങ്ങൾ 25, വിജയം 18, വിജയ ശതമാനം 72%. അവസാനമായി കളിച്ച 8 T20 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യ തോൽവി വഴങ്ങിയത്. ഈ കണക്കുകൾ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഏകദിന ടീമിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ആക്രമണോത്സുകമായ ഒരു യുവനിരയെയാണ് T20യിൽ ഇന്ത്യ അണിനിരത്തുന്നത്. കിവീസിന് കാര്യങ്ങൾ എളുപ്പമാകില്ല. മിച്ചൽ സാന്റർ നയിക്കുന്ന ന്യൂസിലാൻഡ് ടീം നിസ്സാരക്കാരല്ല. കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം കളിച്ച 21 മത്സരങ്ങളിൽ 13 വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ന്യൂസിലാൻഡിന് പുറത്തുള്ള അവരുടെ പ്രകടനം അത്ര സ്ഥിരതയുള്ളതല്ല എന്നത് ഇന്ത്യക്ക് ആശ്വാസമാണ്. നേർക്കുനേർ കണക്കുകൾ. ആകെ മത്സരങ്ങൾ 25, ഇന്ത്യ ജയിച്ചത് 12, ന്യൂസിലാൻഡ് ജയിച്ചത് 10, ഫലമില്ലാത്തത് 3. കണക്കുകളിൽ ഇന്ത്യക്ക് നേരിയ മുൻതൂക്കമുണ്ട്. മാത്രമല്ല അവസാനത്തെ 9 T20കളിൽ 8 തവണയും ജയം ഇന്ത്യക്കൊപ്പമായിരുന്നു എന്നത് കിവീസിനെ ഭയപ്പെടുത്തും. നാഗ്പൂർ പിച്ച് റിപ്പോർട്ട്. ബാറ്റും ബോളും തമ്മിൽ തുല്യ പോരാട്ടം നടക്കുന്ന വേദിയാണ് നാഗ്പൂരിലേത്. തുടക്കത്തിൽ ബാറ്റിങ്ങിന് അനുകൂലം. മത്സരം പുരോഗമിക്കും തോറും സ്പിന്നർമാർക്ക് സ്വാധീനം ലഭിക്കും. ശരാശരി ഒന്നാം ഇന്നിംഗ്സ് സ്കോർ 160-170. മഞ്ഞുവീഴ്ച. രാത്രി നടക്കുന്ന മത്സരമായതിനാൽ മഞ്ഞുവീഴ്ച നിർണായകമാകും. ഇത് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ഗുണം ചെയ്യുമെങ്കിലും അവസാന 3 മത്സരങ്ങളിൽ 2ലും ജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് എന്നത് ശ്രദ്ധേയമാണ്. ടോസ് കിട്ടുന്ന ക്യാപ്റ്റന്റെ തീരുമാനം നിർണായകമാകും. ആദ്യ മത്സരത്തിലെ വിജയെ പ്രവചിച്ച് AI ടൂളായ ഗ്രോഗ് രംഗത്തെത്തിയിട്ടുണ്ട്. കണക്കുകളും നിലവിലെ ഫോമും വിലയിരുത്തി ഇന്ത്യക്കാണ് AI വ്യക്തമായ മുൻതൂക്കം നൽകുന്നത്. പ്രവചനം: ഇന്ത്യ വിജയിക്കും. വിജയ മാർജിൻ 20+ റൺസിനോ അല്ലെങ്കിൽ 3+ വിക്കറ്റിനോ ഇന്ത്യ ജയിക്കും. ശ്രദ്ധിക്കേണ്ട താരങ്ങൾ. ഇന്ത്യക്കായി അഭിഷേക് ശർമ്മയും വരുൺ ചക്രവർത്തിയും തിളങ്ങുമ്പോൾ ന്യൂസിലാൻഡിനായി രജിൻ രവീന്ദ്ര മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് AI പ്രവചിക്കുന്നു. നാഗ്പൂരിൽ ഇന്ന് തീപാറുമെന്നുറപ്പ്. ഏകദിനത്തിലെ കണക്കു തീർക്കാൻ സൂര്യകുമാറും സംഘവും ആഞ്ഞടിക്കുമ്പോൾ ന്യൂസിലാൻഡ് പിടിച്ചു നിൽക്കുമോ എന്ന് കണ്ടറിയാം.